മോർണിംഗ് സ്റ്റുഡൻസ് എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ MRTP ആക്ട് റീപ്ലേസ് ചെയ്തിട്ട് MRTP ആക്ട് 1969 MRTP ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ 1969 വന്ന MRTP ആക്ടിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നത്. ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ നമ്മൾ ഏതൊക്കെ തരത്തിലാണ്? 3 തരത്തിലുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ അതിലെ കോമ്പണൻസ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ആക്ടിൽ 3 ടൈപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്, പിന്നെ അബ്യൂസ് ഓഫ് ഡൊമിനൻസ്, പിന്നെ മെർജർ അമാൽഗമേഷൻ ആൻഡ് അക്വിസിഷൻ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 2 പോയിന്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റും അബ്യൂസ് ഓഫ് ഡൊമിനൻസ് എന്നുള്ള 2 ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് മെർജർ അമാൽഗമേഷൻ ആൻഡ് അക്വിസിഷൻ കൺട്രോൾ എന്നുള്ള കാര്യമാണ് പറയണം. മെർജർ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക അല്ലേ. കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അക്കൗണ്ടിങ് ടേമിലൊക്കെ മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏത് സ്ഥാപനമാണോ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ ആ നഷ്ടത്തിൽ ഓടുന്ന സ്ഥാപനത്തിനെ വേറൊരു കമ്പനി ഏറ്റെടുത്ത് നടത്തുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യുക, അതാണ് ഇതിൽ പറയുന്നത്. അപ്പം നോക്കാം. അപ്പം നമ്മൾ കുറച്ചും കൂടി എഫിഷ്യൻസി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസിലൊക്കെ ട്രാൻസാക്ഷൻസ് ഒന്നും ശരിക്കും നടക്കുന്നില്ലെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ മെർജർ ആൻഡ് അമാൽഗമേഷൻ. മെർജർ അപ്പാർട്ട് ഫ്രം ക്രിയേറ്റിംഗ് എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കോസസ് അപ്രീഷിയബിൾ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ ആൻഡ് ഹെൻസ് ഫോർത്ത് വർത്ത് മെർജർ കൺട്രോൾ ഈസ് റിക്വയർഡ്. Merger control is based on preventive theory and generally operate to prevent transaction adversely affecting competition. അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ നമ്മുടെ കോമ്പറ്റീഷനെ അഡ്വേഴ്സ്ലി പ്രതികൂലമായി ബാധിക്കുന്നത് വെച്ചെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. An enterprise or enterprise created as a result of amalgamation would, അതിൻ്റെ ഫലമായിട്ട് ഒരു കമ്പനി വളരെ നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയും അതിനെ വേറൊരു സ്ഥാപനം ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. എൻ്റർപ്രൈസുകൾ പരസ്പരം ഏറ്റെടുത്ത് അമാൽഗമേറ്റ് ചെയ്യുക. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുക അല്ലേ. 2 കമ്പനികൾ ഒരുമിച്ച് ചേർന്നിട്ട് ബിസിനസ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്കുക. Be either in India having assets worth more than 1000 crore or turnover of more than 3000 crore. അപ്പോൾ എങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു എൻ്റർപ്രൈസുകൾ തമ്മിൽ അമാൽഗമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത് കേട്ടോ. An enterprise or an enterprise created as a result of amalgamation would, അതിൻ്റെ ഇന്ത്യ ഹാവിങ് അസറ്റ് എന്ന് പറയുന്നത് ഒരു കോടി അല്ല 1000 കോടി അല്ലേ. 1000 കോടിയേക്കാൾ കൂടുതൽ അസറ്റ് ഉണ്ടാവുക. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത് more than 3000 crore. പിന്നെ in India and outside India with aggregate asset worth more than $500 billion including at least 500 crore in India and turnover എന്ന് പറയുന്നത് അസറ്റ് 500 crore ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത് more than 1500 million crores in India were the group of consistent enterprise remaining after the merger of the enterprise created as a result of amalgamation. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ഇനി ആഫ്റ്റർ ദി മെർജർ ആൻഡ് അമാൽഗമേഷൻ, അതിന് ശേഷം എന്തൊക്കെയാണ് പറയുന്നത്? മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷന് ശേഷമുള്ള കാര്യങ്ങൾ. ഇൻ ഇന്ത്യ അസറ്റ് വർത്ത് മോർ ദാൻ 4000 crore ആൻഡ് ടേൺ ഓവർ ഓഫ് മോർ. ഇനി അമാൽഗമേറ്റ് ചെയ്തതിന് ശേഷം 2 എൻ്റർപ്രൈസുകൾ ചേർന്ന് ഒരു സ്ഥാപനമായി മാറിയതിന് ശേഷം അവരുടെ സെയിൽസ് എത്രയാണ്, അസറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇൻ ഇന്ത്യ അസറ്റ് വർത്ത് മോർ ദാൻ 4000 crore ആൻഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് മോർ ദാൻ 12,000 crore വേണ്ടത്. പിന്നെ ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അസറ്റ് വർത്ത് മോർ ദാൻ $2 billion ഇൻക്ലൂഡിങ് അറ്റ്ലീസ്റ്റ് 500 crore ഇൻ ഇന്ത്യ ആൻഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ $6 billion പറഞ്ഞാൽ 1500 crore വേണ്ടത്. അപ്പം നമ്മൾ അതാണ് മെർജർ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലോടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ട്രാൻസാക്ഷൻസ് നമ്മളെ അഡ്വേഴ്സായിട്ട് ബാധിക്കുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ മെർജർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ എത്രത്തോളം ആസ്തിയാണ്, അസറ്റ് എത്ര വേണം, ടേൺ ഓവർ എത്രത്തോളം വേണം എന്നുള്ള കണക്കാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇനി അക്വിസിഷൻ ആൻഡ് കൺട്രോൾ. ഒരു സ്ഥാപനം ഒന്നിനെ അക്വയർ ചെയ്യുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുക.
നോക്കുക. ഇൻ കേസ് ഓഫ് അക്വിസിഷൻ the acquirers and the enterprise whose control shares എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അക്വയർ ചെയ്യാവുന്ന ഏറ്റെടുക്കുക അല്ലേ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്ന നിയന്ത്രിക്കുക. അപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോൾ അക്വയറേഴ്സ് ആൻഡ് ദി എൻ്റർപ്രൈസ് ഹൂസ് കൺട്രോൾ ഷെയർസ് വോട്ടിംഗ് റൈറ്റ് അസറ്റ്സ് ഹാവ് ബീൻ അക്വയേർഡ് ഓർ ബീയിങ് അക്വയേർഡ് ജോയിൻ്റ്ലി ഹാവ് ഐദർ ഇൻ ഇന്ത്യ അസറ്റ് വർത്ത് മോർ ദാൻ 1000 crore. പിന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് മോർ ദാൻ 3000 crore. പിന്നെ ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി അഗ്രിഗേറ്റ് അസറ്റ് വർത്ത് മോർ ദാൻ 500 billion ഇൻ US dollar. ആൻഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് അസറ്റ് വർത്ത് മോർ ദാൻ 500 crore ഇൻ ഇന്ത്യ. അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് മോർ ദാൻ 1500 billion ആണ് വേണ്ടത്. ഇതൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത്. Where the group to which the acquired enterprise would belong and before after the acquisition jointly have ഇനി ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. ഇന്ത്യയിലാണെങ്കിൽ അസറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 4000 crore. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 12,000 ടേൺ ഓവർ 12,000. ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 billion ദാറ്റ് ഈസ് ഡോളർ എന്ന് പറയുന്നത് 2 billion ദാറ്റ് ഈസ് 500 crores ഇൻ ഇന്ത്യ. ടേൺ ഓവർ ഓഫ് മോർ ദാൻ 6 billion എന്ന് പറഞ്ഞാൽ 1500 crores ഇൻ ഇന്ത്യ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് കൺട്രോളിൻ്റെ കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. ദി എൻ്റർപ്രൈസ് ഓവർ വിച്ച് കൺട്രോൾ ഹാസ് ബീൻ എക്വയേർഡ് എലോങ് വിത്ത് ദി എൻ്റർപ്രൈസ് ഓവർ ദി എക്വയറർ. എങ്ങനെയൊക്കെയാണ് കൺട്രോൾ വേണ്ടത്, എക്വയറർക്ക് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കൺട്രോൾ ജോയിൻ്റ്ലി ഹാവ് എങ്ങനെയൊക്കെയാണ് ഐദർ ഇൻ ഇന്ത്യ അസറ്റ് ഇന്ത്യയിലാണെങ്കിൽ അസറ്റ് എത്ര വേണം 1000 കോടി രൂപയാണ് അസറ്റായിട്ട് മോർ ദാൻ 1000 crore ആണ് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറയുന്നത് എത്രയാണ് 3000 crores ആണ് ടേൺ ഓവർ ആയിട്ട് പറയുന്നത്. പിന്നെ ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ അഗ്രിഗേറ്റ് അസറ്റ് എന്ന് പറയുന്നത് 500 billion ഇൻക്ലൂഡിങ് അസറ്റ് അറ്റ്ലീസ്റ്റ് 500 crore ആണ് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറയുന്നത് 1500 crore ആണ് പറയുന്നത്. ഇനി ദ ഗ്രൂപ്പ് ടു വിച്ച് എൻ്റർപ്രൈസ് ഹൂസ് കൺട്രോൾ ഹാസ് ബീൻ ആൻഡ് ഈസ് ബീയിങ് അക്വയേർഡ് വുഡ് ബിലോങ് ആഫ്റ്റർ ദി അക്വിസിഷൻ ജോയിൻ്റ് ആയിട്ടാണ്. രണ്ടുപേരും കൂടി ജോയിൻ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ 4000 crore ടേൺ ഓവർ എന്ന് പറയുന്നത് 12,000 crore പറയുന്നത്. പിന്നെ ഇന്ത്യയിലും ഔട്ട്സൈഡ് ഇന്ത്യയിലും ആണെങ്കിൽ 2 billion എന്ന് പറഞ്ഞാൽ 500 crores ആണ് പറയുന്നത് ഇൻ ഇന്ത്യ. ആൻഡ് ടേൺ ഓവർ 6 billion എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 4500 crores ഇൻ ഇന്ത്യ ആണ് പറയുന്നത് അല്ലേ. അതിലൊരു 6 billion എന്ന് പറഞ്ഞാൽ ആ 4500 crores ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിലൊരു മിസ്റ്റേക്കാണ് കേട്ടോ, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. 1500 crores ഇൻ ഇന്ത്യ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മെർജർ ആൻഡ് അമാൽഗമേഷൻ എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മളെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, നമ്മളെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയെ വേറൊരു കമ്പനി ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുക്കുന്ന സമയത്ത് എത്രത്തോളമാണ് നമ്മുടെ കയ്യിലുള്ള അസറ്റ് എത്ര വേണം, ടേൺ ഓവർ എത്ര വേണം, ഇന്ത്യയിലും ഔട്ട്സൈഡ് ഇന്ത്യയിലും എത്രത്തോളം വേണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പിന്നെ ജോയിൻ്റ് ആയിട്ടാവുമ്പോൾ എത്രയാണ് വേണ്ടി വരിക എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള റെഗുലേഷൻ ആൻഡ് ഓഫ് കോമ്പിനേഷൻ അല്ലേ. ഇവർ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ റെഗുലേഷൻ നിയന്ത്രണങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിയന്ത്രണങ്ങളിൽ നമുക്ക് പറയാനുള്ളത് നോക്കുക കേട്ടോ. ആസ് ദി കോമ്പറ്റീഷൻ ആക്ട് 2002 does not prohibit the dominant position as per but it definitely prohibit abuse of dominance-നെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണോ നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും, റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് വേണം. ഡൊമിനൻസ് പറഞ്ഞാൽ ആധിപത്യം അല്ലേ. അപ്പോൾ തെറ്റായ തരത്തിൽ വല്ല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. സിമിലർലി ഇറ്റ് ഡസ് നോട്ട് പ്രൊഹിബിറ്റ് കോമ്പിനേഷൻ ബട്ട് കോമ്പിനേഷനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ 2-3 കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് പുതിയൊരു സ്ഥാപനമായി അമാൽഗമേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെർജർ ചെയ്തിട്ട് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, അബ്യൂസ് ഡൊമിനൻസ് നടത്തുകയാണെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Prohibit the combination but tries to neutralize an adverse impact of such a combination in a competitive market. ഇനി കൈൻഡ്സ് ഓഫ് കോമ്പിനേഷൻ, ഏതൊക്കെ തരത്തിലാണ് കമ്പനികൾ തമ്മിൽ കോമ്പിനേഷൻ നടത്തുന്നത് എന്നുള്ള. ഹൊറിസോണ്ടൽ കോമ്പിനേഷൻ, നോൺ ഹൊറിസോണ്ടൽ കോമ്പിനേഷൻ,
വെർട്ടിക്കൽ കോമ്പിനേഷൻ, കോൺഗ്ലോമറേറ്റ് കോമ്പിനേഷൻ. അങ്ങനെ 4 തരത്തിലാണ് നമ്മൾ കോമ്പിനേഷനെ പറയുന്നത്. മെർജർ ആൻഡ് അക്വിസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് അപ്പാരൻ്റ്ലി പ്രൊമോട്ട് മെർജർ അക്വിസിഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കോമ്പറ്റീഷൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും അതേമാതിരി തന്നെ ബിഗ് കമ്പനീസിന് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നു. അപ്പം there are different kinds of combination which seem to be regulated under the competition law അല്ലേ. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ ലോ എന്തിനാണ് കൊണ്ടുവന്നത്? MRTP ആക്ട് പറഞ്ഞാൽ മൊണോപ്പൊളി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് MRTP ആക്ട് പറയുന്നത്. അതിൻ്റെ പുതിയ വേർഷനാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? തെറ്റായ തരത്തിൽ ആരൊക്കെയാണോ ബിസിനസ് നടത്തുന്നത് വെച്ചെങ്കിൽ അവരെ റെഗുലേറ്റ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തിനു വേണ്ടി സാധിക്കുന്നു? വ്യത്യസ്ത തരത്തിലുള്ള കമ്പനികളെ, എൻ്റർപ്രൈസുകളെ വ്യത്യസ്ത തരത്തിൽ കോമ്പിനേഷൻ നടത്തി കഴിഞ്ഞാൽ there are different kinds of combination അല്ലേ. വ്യത്യസ്ത തരത്തിലുള്ള കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിനു സാധിക്കുന്നു? which seems to regulated under the competition law. നമ്മുടെ കോമ്പറ്റീഷൻ ലോ റെഗുലേറ്റ് ചെയ്തിട്ട് നിയന്ത്രിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി നോക്കാം, കോമ്പറ്റീഷൻ അഡ്വക്കസി ആൻഡ് റെഫറൻസ് അല്ലെ. അഡ്വക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമപ്രകാരം എങ്ങനെയൊക്കെയാണ് അഡ്വക്കസി പറഞ്ഞാൽ അഭിഭാഷകർ എങ്ങനെയൊക്കെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, കോമ്പറ്റീഷനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് നിയമപ്രകാരം അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. നോക്കുക, in order to make competition regime successful, കോമ്പറ്റീഷൻ നമ്മളിപ്പോൾ ഓരോ ഇതായിട്ട് കോമ്പറ്റീഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഈ കോമ്പറ്റീഷൻ റെജീം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രവർത്തനം സക്സസ്ഫുൾ ആവണമെങ്കിൽ കോമ്പറ്റീഷൻ അഡ്വക്കസി ഈസ് റിക്വയർ. അപ്പോൾ എല്ലാ ദിക്കിലും നിയമം വേണം, അഡ്വക്കസി വേണം, അഭിഭാഷകർ വേണം അല്ലേ. അവരെന്ത് ചെയ്യുന്നു? അഡ്വക്കസി ഈസ് റിക്വയേർഡ് ഇൻ അഡീഷൻ ടു ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി കോമ്പറ്റീഷൻ ലോ അല്ലേ. അവരെങ്ങനെയൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ ലോ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യത്തെ പറ്റി പറയുന്നു അല്ലേ. കോമ്പറ്റീഷൻ അഡ്വക്കസി ഈസ് എ പ്രോസസ് ഓഫ് ഔട്ട്റീച്ച് ടു ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് ബിഹേവിയർ ഓഫ് ദി എൻ്റർപ്രൈസ് അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇക്കണോമിക് ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. എലിസിറ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഫോർ അഡ്ഹറിങ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോമ്പറ്റീഷൻ. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് കോമ്പറ്റീഷനിൽ നോക്കാനുള്ളത് എന്നുള്ള കാര്യത്തെ പറ്റി പറയുന്നു. ആൻഡ് കൺവിൻസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദ ഇനീഷ്യേറ്റ് അഡ്വാൻറ്റേജസ് ആസ് റിസൾട്ട്സ് ഓഫ് ഹയർ കോമ്പറ്റീഷൻ അല്ലേ. ശരിയായ തരത്തിൽ നമ്മുടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റൂൾസാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് വെച്ചെങ്കിൽ അതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിയമങ്ങൾ എന്തൊക്കെയാണ് വെച്ചെങ്കിൽ അതൊക്കെ പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി the regulatory authority under the act, regulatory authority നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് പറഞ്ഞ എയിമിലി കോമ്പറ്റീഷൻ കമ്മീഷൻ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ശരിയല്ലേ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് അഡ്വക്കേറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്, എന്തൊക്കെ നിയമങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത് എന്നുള്ളതിന് വേണ്ടിയിട്ട്. ഈസ് എനേബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് കൺട്രീസ് ഇക്കണോമിക് പോളിസീസ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് പോളിസീസ് എന്തൊക്കെയാണ് അതിനൊക്കെ അനുസരിച്ച് തന്നെയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്, ഇക്കണോമിക് പോളിസീസ്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ റിവ്യൂവിങ് ഓഫ് ലോസ് റിലേറ്റഡ് ടു കോമ്പറ്റീഷൻ. എന്തൊക്കെ ലോസാണ് നമ്മളത് ഫോളോ ചെയ്യുന്നതിൽ, എന്തൊക്കെ ലോസാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നോക്കുന്നു അല്ലേ. ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ മേക്ക് എ റെഫറൻസ് ടു ദി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശരിയല്ലേ എന്ന് നോക്കുന്നതിന് വേണ്ടി CCIനെ അപ്പോയിൻറ്റ്, CCI പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻ നോക്കുകയും അതിനനുസരിച്ച് ഓൺ ദി പോസിബിൾ ഇഫക്റ്റ് ഓഫ് എ പോളിസി അണ്ടർ ഫോർമുലേഷൻ, അതിനനുസരിച്ചിട്ടാണ് ഓരോ പോളിസീസും നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചുരുക്കിയിട്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ അഡ്വക്കസി ആൻഡ് റെഫറൻസ് അല്ലേ. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ അഡ്വക്കസി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രകാരം നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ശരിയായ തരത്തിലല്ലേ നമ്മുടെ കോമ്പറ്റീഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശരിയല്ലേ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ കമ്മീഷനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഇൻ ഓർഡർ ടു മേക്ക് എ കോമ്പറ്റീഷൻ റെജീംസ്, നമ്മുടെ ഉദ്യമം ഈ കോമ്പറ്റീഷൻ എന്നുള്ള ഇത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്
കോമ്പറ്റീഷൻ അഡ്വക്കസി, നമുക്ക് അഡ്വക്കസി ആവശ്യമാണ്, അഡ്വക്കേറ്റ്സ് അല്ലേ, അത് പറഞ്ഞാൽ അഭിഭാഷകർ. എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെ നിയമങ്ങൾ, അപ്പം നമ്മൾ റെഗുലേഷനാണ് പറയുന്നത് അല്ലേ, അപ്പം നിയന്ത്രണങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും, അത് പ്രകാരം തന്നെയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് അഡ്വക്കസി ആവശ്യമാണ്. ഈസ് റിക്വയേർഡ് ടു ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ലോ അല്ലേ, കോമ്പറ്റീഷൻ ലോസൊക്കെ നമ്മൾ ശരിയായ തരത്തിൽ ഫോളോ ചെയ്യുന്നില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കോമ്പറ്റീഷൻ അഡ്വക്കസി ഈസ് എ പ്രോസസ് ഓഫ് ഔട്ട്റീച്ച് ടു ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് ബിഹേവിയർ ഓഫ് ദി എൻ്റർപ്രൈസസ്. എലിസിറ്റ് സപ്പോർട്ട്, എങ്ങനെയൊക്കെയാണ് അവരുടെ സപ്പോർട്ടുകൾ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നില്ലേ, ഒരു കൺവിൻസ് ദ ഷെയർ ഹോൾഡേഴ്സ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുന്നില്ലേ എന്നൊക്കെ നോക്കുന്നു. അതിനുവേണ്ടി റെഗുലേറ്ററി അതോറിറ്റിയെ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു റെഗുലേറ്ററി അതോറിറ്റീനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. റെഗുലേറ്ററി അതോറിറ്റി അണ്ടർ ദി ആക്ട് നെയിമിലി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലേ, അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എന്തിന് കൺട്രീസ് ഇക്കണോമിക് പോളിസി ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ റിവ്യൂവിങ് ഓഫ് ലോസ് റിലേറ്റഡ്, എന്തൊക്കെ നിയമങ്ങളാണുള്ളത് വെച്ചെങ്കിൽ അല്ലേ അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദ ഗവൺമെൻറ് അത് നോക്കുകയും അവരുടെ ഒപ്പീനിയൻ പറഞ്ഞ അഭിപ്രായം, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായം ആരായുകയും അതിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. ഇനി നോക്കുക, നെക്സ്റ്റ് വൺ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞ ഒരു കമ്മീഷനെ നമ്മൾ സെറ്റപ്പ് ചെയ്തു, ഇവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ദ കമ്മീഷൻ വാസ് എന്നാരംഭിച്ചു, എങ്ങനെയാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ദി കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഒക്ടോബർ 2003 കൊണ്ടുവന്നത്. ബട്ട് ഡ്യൂ ടു എ ലീഗൽ ചാലഞ്ച് ഇൻ ദ കേസ് ഓഫ് ബ്രഹാം ഡട്ട് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇറ്റ് ഡിഡ് നോട്ട് ബിക്കം ഫുള്ളി ഓപ്പറേഷണൽ ടിൽ 2007 അത് ഫുള്ളായിട്ട് ഓപ്പറേഷണലായത്. ദ കമ്മീഷൻ ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അഡ്വക്കസി ഇനീഷ്യേറ്റീവ് കൂടുതലായിട്ടും എന്തൊക്കെയാണോ വെച്ചെങ്കിൽ അതിന് നിയമം എങ്ങനെയൊക്കെയാണോ അനുശാസിക്കുന്നത് വെച്ചെങ്കിൽ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അമെൻമെൻറ്റ് അതിൻ്റെ ഭേദഗതി വന്നത് 2007 ക്രിയേറ്റഡ് 2 സെപ്പറേറ്റ് ബോഡീസ്. അപ്പോൾ ഈ കമ്മീഷനെ തന്നെ 2003 വന്നത്, പക്ഷേ 2007 അതിന് സെപ്പറേറ്റ് ബോഡീസ് വന്നു അല്ലേ. അത് ഏതൊക്കെയാണ് നെയിമിലി? ഫസ്റ്റ് വൺ ദി കമ്മീഷൻ ആസ് എ 7 മെമ്പർ, 7 മെമ്പേഴ്സാണ് കമ്മീഷനിൽ നമ്മൾ പറയുന്നത്. എക്സ്പേർട്ട് ബോഡി ടു ഫങ്ഷൻ എ മാർക്കറ്റ് റെഗുലേറ്റർ ഫോർ പ്രിവെൻറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ്. അപ്പം നമ്മൾ ശരിയായ തരത്തിലല്ലാതെ ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് നടത്തുകയുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് അത് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ദി കമ്മീഷൻ ആസ് എ 7 മെമ്പർ, 7 മെമ്പേഴ്സാണ് അതിലുള്ളത്. എക്സ്പേർട്ട് ബോഡി ടു ഫങ്ഷൻ ആസ് എ മാർക്കറ്റ് റെഗുലേറ്റർ, ഇതിനു വേണ്ടി പ്രിവെൻറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്. പിന്നെ ദി കോമ്പറ്റീഷൻ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ ആസ് എ 3-member ക്വാസി ജുഡീഷ്യൽ ബോഡി ടു ഹിയർ ആൻഡ് ഡിസ്പോസ് ഓഫ് അപ്പീൽസ്, എന്തെങ്കിലും കേസുകളോ അപ്പീലുകളൊക്കെ ഉണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് എനി ഡയറക്ഷൻ ഇഷ്യൂഡ് ഓർ ഡിസിഷൻ മെയ്ഡ് ഓർഡർ പാസ്ഡ് ബൈ ദി കമ്മീഷൻ. അപ്പോൾ എന്തെങ്കിലും കമ്മീഷൻ കൊടുത്തത് പ്രകാരം വല്ല കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ വിധി വന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അതിന് വേണ്ടി 3 മെമ്പേഴ്സിനെയാണ്, 3 ജുഡീഷ്യൽ ബോഡീസിനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, വല്ല അപ്പീൽസ് കേസുകളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ വിധി പറഞ്ഞ് അത് സെറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ട് 3 മെമ്പേഴ്സിനെ 3-member ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് ടു ഹിയർ ആൻഡ് ഡിസ്പോസ് അപ്പീൽസ് എഗെയിൻസ്റ്റ് എനി ഡയറക്ഷൻ ഇഷ്യൂഡ് ആൻഡ് ഡിസിഷൻ മെയ്ഡ് ആൻഡ് ഓർഡർ പാസ്ഡ് ബൈ ദി കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2003 വന്നു, എന്നാലും അത് ശരിയായ തരത്തിൽ പ്രവർത്തനം തുടങ്ങിയത് 2007 അതിൻ്റെ അമെൻമെൻറ്റ് ഭേദഗതികൾ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത്, ഈ കമ്മീഷനിൽ 7 മെമ്പേഴ്സാണുള്ളത്. ഒരാൾ 1 ചെയർപേഴ്സൺ, പിന്നെ 2 to 6 മെമ്പേഴ്സാണുള്ളത്. അവരെന്താ ചെയ്യുന്നത്, പ്രിവെൻറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ് ഒരു രാജ്യത്ത് ചെയ്യുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് നിലവിൽ വന്നത്. പിന്നെ കോമ്പറ്റീഷൻ അപ്പീലേറ്റ് ട്രൈബ്യൂണലിൽ വന്നു. അതിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. എന്തെങ്കിലും അപ്പീലുകൾ കേസുകൾ വരികയാണെങ്കിൽ അതിന് വിധി നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ നമ്മൾ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമ്മീഷൻ,
നെക്സ്റ്റ് ടോപ്പിക്ക് എങ്ങനെയാണ് നമ്മളൊരു കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദി കമ്മീഷൻ ഷാൾ ബി എ ബോഡി കോർപ്പറേറ്റ് ഹാവിങ് പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് സക്സഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തോടു കൂടി നിർത്തില്ല, കുറേ കാലത്തേക്ക് വേണ്ടില്ല. അപ്പോൾ സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സക്സഷൻ ആൻഡ് എ കോമൺ സീൽ വിത്ത് പവർ ടു അക്വയർ. എന്തിനൊക്കെയുള്ള പവർ ടു അക്വയർ ചെയ്യുക, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ടു കോണ്ടാക്ട് ആൻഡ് ഷാൾ സ്യൂ ആൻഡ് ബി സ്യൂഡ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമ്മീഷൻ അല്ലേ. നമ്മൾ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ ദി കമ്മീഷൻ ഷാൾ ബി എ ബോഡി കോർപ്പറേറ്റ് ഹാവിങ്, അതിൻ്റെ എങ്ങനെ പെർപ്പച്വൽ സക്സഷൻ പറഞ്ഞാൽ കണ്ടിന്യൂസ് സക്സഷനാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കോമൺ സീൽ ഉണ്ടായിരിക്കും വിത്ത് എ പവർ ടു, എന്തൊക്കെ പവർ ടു അക്വയർ ചെയ്യുക, ഹോൾഡ്, ഡിസ്പോസ് പറഞ്ഞ സെയിൽ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ടു കോണ്ടാക്ട് ആൻഡ് ഷാൾ ബി സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇനി കോമ്പോസിഷൻ ഓഫ് കമ്മീഷൻ നെക്സ്റ്റ് വൺ അടുത്ത് പറയുന്ന ടോപ്പിക്കാണ്, ശ്രദ്ധിക്കുക. അടുത്ത് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് കമ്മീഷൻ. ദ കമ്മീഷൻ ഷാൾ, ഇനി എങ്ങനെയൊക്കെയാണ് കമ്മീഷനിൽ എങ്ങനെയൊക്കെയാണ് മെമ്പേഴ്സ്? നമ്മൾ പറഞ്ഞു ചെയർപേഴ്സൺ 2 or 6 മെമ്പേഴ്സാണ് ഉള്ളത്, 2 to 6 മെമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്, 7 മെമ്പേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കോമ്പോസിഷൻ ഓഫ് കമ്മീഷൻ എന്നുള്ളതിൽ പറയുന്നത്? ശ്രദ്ധിക്കുക കേട്ടോ. ദി കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, നോട്ട് ലെസ് ദാൻ 2 or not more than 6 അതർ മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 2ൻ്റെയും 6ൻ്റെയും ഇടയ്ക്ക് ടോട്ടൽ 7 മെമ്പേഴ്സാണ് ഉള്ളത്. ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. പിന്നെ ദ ചെയർപേഴ്സൺ ആൻഡ് എവരി അതർ മെമ്പർ ഷാൾ ബി എ പേഴ്സൺ ഓഫ്, എന്താ ചെയർപേഴ്സൺ ആയാലും ബാക്കി എല്ലാ മെമ്പേഴ്സും എന്തൊക്കെ എബിലിറ്റി, നല്ല കഴിവുള്ളവരായിരിക്കണം, ഇൻറ്റഗ്രിറ്റി വേണം, അതേമാതിരി സ്റ്റാൻഡിങ്, ഹൂ ഹാസ് എ സ്പെഷ്യൽ നോളേജ്, ഇതിനെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ നോളേജ് ഉണ്ടായിരിക്കണം, ഓഫ് സച്ച് എ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം, നോട്ട് ലെസ് ദാൻ 15 years ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിൽ 15 years ഓഫ് എക്സ്പീരിയൻസ് വേണം, 15 years ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇക്കണോമിക്സ്, ബിസിനസ്, കോമേഴ്സ് ആൻഡ് ലോ ആൻഡ് ഫിനാൻസ്, അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ്, കോമ്പറ്റീഷൻ മാറ്റേഴ്സ് ഇൻക്ലൂഡിങ് കോമ്പറ്റീഷൻ ലോ ആൻഡ് പോളിസി. അതൊക്കെയാണ് കോമ്പോസിഷൻ ഓഫ് കമ്മീഷൻ. ഒന്നുമില്ല, കോമ്പോസിഷൻ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മെമ്പേഴ്സ് വേണമെന്നാണ് പറഞ്ഞത്? കോമ്പറ്റീഷൻ കമ്മീഷൻ CCAയിൽ 7 മെമ്പേഴ്സാണ് വേണ്ടത് അല്ലേ. ആ 7 മെമ്പേഴ്സിൽ ഒരാൾ ചെയർപേഴ്സൺ ആയിരിക്കും. പിന്നെ ബാക്കി വരുന്ന 6 പേര് എന്ന് പറയുന്നത് അവരെങ്ങനെയൊക്കെയായിരിക്കും? അവർക്ക് എല്ലാ കഴിവും ഉണ്ടായിരിക്കും, എബിലിറ്റി വേണം, ഇൻറ്റഗ്രിറ്റി വേണം, അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും നോളേജ് ഉണ്ടായിരിക്കണം, 15 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളതിൽ പറയുന്നുള്ളൂ. Who has a special knowledge of such a professional experience not less than 15 years in international trade, economic, business, commerce, law, financing, accounting, management, അങ്ങനെ എല്ലാ ഫീൽഡിലും 15 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി സെലക്ഷൻ കമ്മിറ്റി ഓഫ് ചെയർപേഴ്സൺ ആൻഡ് അതർ മെൻ, എങ്ങനെയൊക്കെയാണ് സെലക്ഷൻ കമ്മിറ്റി എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദി ചെയർപേഴ്സൺ, അവരൊക്കെ ഏത് പോസ്റ്റിലിരിക്കുന്നവരാണ്? ഇപ്പോൾ ചെയർപേഴ്സൺ ആണെങ്കിൽ ഏത് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാണ് ചെയർപേഴ്സണായിട്ട് നമ്മൾ സമ്മതം കൊടുക്കുന്നത്? മെമ്പേഴ്സ് ആവാൻ വേണ്ടി ഏതൊക്കെ പോസ്റ്റിലിരിക്കുന്നവരാണ്? നമ്മൾ പറഞ്ഞു 15 years ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. ആ എക്സ്പീരിയൻസ് ഏതൊക്കെ ഫീൽഡിലാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അടുത്തത് കേട്ടോ. അപ്പം സെലക്ഷൻ കമ്മിറ്റി ഫോർ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ നോക്കുക. ദി ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രം എ പാനൽ ഓഫ് നെയിം റെക്കമെൻഡഡ് ബൈ എ സെലക്ഷൻ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ്, എങ്ങനെയൊക്കെയാണ്? ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹിസ് നോമിനി, ചെയർപേഴ്സണായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലേ, നോമിനി, അതിവരെയാണ് നമ്മൾ ചെയർപേഴ്സണായിട്ട് വെക്കുന്നത്. ഇനി മറ്റേ മെമ്പർമാരാവാൻ 6 മെമ്പേഴ്സ് വേണ്ട, അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സെക്രട്ടറി ഇൻ ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 1 മെമ്പർ, പിന്നെ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അടുത്ത മെമ്പർ, പിന്നെ 2 experts ഓഫ് റെപ്യൂട്ട് ഹു ഹാവ് എ സ്പെഷ്യൽ നോളേജ് ഉണ്ടായിരിക്കുക, പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, ഇൻ്റർനാഷണൽ ട്രേഡ് നമ്മൾ പറഞ്ഞില്ലേ, ഇക്കണോമിക്സ്, ബിസിനസ്, കോമേഴ്സ്, ലോ, ഫിനാൻസ്, അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ്, അതിലൊക്കെ സ്പെഷ്യൽ നോളേജ് ഉണ്ടായിരിക്കുക ബാക്കിയുള്ള മെമ്പേഴ്സ്. ഇത്രയും ആൾക്കാർ, അപ്പോൾ നമ്മൾ ഈ ചെയർപേഴ്സണും 7 മെമ്പേഴ്സാണുള്ളത്, അതിൽ ചെയർപേഴ്സണും പിന്നെ 6 അഡീഷണൽ മെമ്പേഴ്സുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് പറഞ്ഞത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ ഹിസ് നോമിനി, അയാളാണ് നമ്മൾ ചെയർപേഴ്സണായിട്ട് പറഞ്ഞത്.
പിന്നെ രണ്ടാമത്തെ മെമ്പർക്ക് എന്ത് വേണം? സെക്രട്ടറി ഇൻ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അതാണ് അടുത്ത മെമ്പറായിട്ട് പറഞ്ഞത്. അയാൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനാണ് പറയുന്നത്, എബിലിറ്റി. പിന്നെ സെക്രട്ടറി ഇൻ ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. പിന്നെ 2 എക്സ്പേർട്സ്, ബാക്കിയുള്ളവർ എക്സ്പേർട്ടുകളായിരിക്കണം. ഏതൊക്കെ ഫീൽഡിൽ? ബാങ്കിങ്, ഇൻഷുറൻസ്, അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാറ്റിലും, ഇൻ്റർനാഷണൽ ട്രേഡ്, എല്ലാറ്റിലും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി ടേംസ് ഓഫ് ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ്. എന്തൊക്കെ ടേംസ്? എത്ര വർഷമാണ് അവരുടെ കാലാവധി? 5 years. നമുക്കറിയാവുന്നതാണ്, അതിലൊന്നും പറയുന്നില്ല. 5 വർഷത്തോളമാണ് അവർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അവരെ മാറ്റി വേറെ ആൾക്കാരെ എടുക്കുന്നു. അതാണ് പറയുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. The chairperson and every other member shall hold office the terms of 5 years from the date on which he enters into his office and shall be eligible for reappointment. 5 വർഷത്തോളമാണ് അവരുടെ നമുക്ക് കാലാവധിയായിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് കമ്മീഷൻ. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് കമ്മീഷനുള്ളത്? The act prescribe that it shall be the duty of the commission. എന്തൊക്കെ കമ്മീഷൻ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്? എലിമിനേറ്റ് ചെയ്യാൻ, ഒഴിവാക്കുക. പ്രാക്ടീസ് ഹാവിങ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ. ഏതൊക്കെ പ്രാക്ടീസുകളാണോ നമ്മുടെ കോമ്പറ്റീഷനെ പ്രതികൂലമായി ബാധിക്കുന്നത് വെച്ചെങ്കിൽ അത് ഒഴിവാക്കുക. ടു പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോമ്പറ്റീഷൻ മാർക്കറ്റ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. To protect the interest of consumers, to ensure freedom of trade carried on by other participants of the markets in India. ഇതൊക്കെയാണ് അവർക്കുള്ള കാര്യങ്ങളായി പറയുന്നത്. ഡിസ്ചാർജ് ഡ്യൂട്ടീസ് ആൻഡ് പെർഫോമൻസ് അണ്ടർ ദിസ് ആക്ട്. എന്തൊക്കെയാണോ നിയമത്തിൽ അവരുടെ ഡ്യൂട്ടീസ് വരുന്നത് വെച്ചാൽ അതൊക്കെ ശരിക്കും ചെയ്യാം. അപ്പം നമ്മൾ ടേം പറഞ്ഞു. ടേം നമുക്കറിയാവുന്നതാണ്, 5 വർഷത്തോളമാണ് അവരുടെ കാലാവധി ഉള്ളത്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞതിൽ എന്താ നമുക്ക് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഡ്യൂട്ടി അവർ ചെയ്യേണ്ടത്? ടു എലിമിനേറ്റ് പ്രാക്ടീസസ് ഓഫ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ. അല്ലേ, ഏതൊക്കെയാണോ കോമ്പറ്റീഷനെ പ്രതികൂലമായി ബാധിക്കുന്നത് വെച്ചെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇത്രയാണ് അവർക്ക് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. എന്തിനു വേണ്ടിയാണ് നമ്മൾ കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ വന്നത്? കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഈസ് എൻ അപ്പലേറ്റ് ബോഡി ഫോർ ഹിയറിംഗ് അപ്പീൽസ്. നമ്മൾ പറഞ്ഞു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അപ്പീൽസ് കൊടുക്കുമെന്ന് പറഞ്ഞു. 3 മെമ്പേഴ്സാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പീൽസ് വരുന്നു. അത് എഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. ഈ തരത്തിലാണ് പ്രവർത്തിക്കുക എന്ന്. അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓർഡർ വരുന്നു. അല്ലേ, ഈസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 53A to 53U. It is a quasi judicial body and quasi അതിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. ചെയർപേഴ്സൺ, നോട്ട് മോർ ദാൻ 2 other members appointed by the central government. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോമ്പറ്റീഷൻ ഓഫ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ നമ്മുടെ എന്താണ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്? ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. അതിനെതിരായിട്ട് പ്രവർത്തിക്കുക. അല്ലേ, അപ്പോൾ നമ്മൾ കേസ് കൊടുക്കുന്നു, അപ്പീലുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 3 മെമ്പേഴ്സാണ് ചെയർപേഴ്സണും വേറെ 2 മെമ്പേഴ്സും ഉണ്ടാവുന്നുണ്ട്. അവരത് പഠിക്കുകയും അതിന് വിധി പറയുകയുമാണ് ചെയ്യുന്നത്. അവരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് കോൺട്രവെൻഷൻസ് പറഞ്ഞാൽ ലംഘനം ഓഫ് CAT's ഓർഡർ വിത്തൗട്ട് റീസണബിൾ ഗ്രൗണ്ട്, അങ്ങനെയൊക്കെ അവർ CAT പറഞ്ഞ നമ്മുടെ ഈ കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അതിന് അവർ പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നു? പണിഷ്മെൻറ്റ് കിട്ടുന്നു കേട്ടോ. എങ്ങനെയൊക്കെയാണ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. In case of contravention of CAT order without reasonable ground, the punishment is imprisonment up to 3 years. 3 വർഷം imprisonment, തടവ് ശിക്ഷ കിട്ടുന്നു അല്ലേ. ആൻഡ് പെനാൾട്ടി അപ് ടു ₹1 crore, 1 കോടി രൂപയാണ് പെനാൾട്ടി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ബൈ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ് ഡൽഹി അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ നിയമപ്രകാരം വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. 3 വർഷം കഠിന തടവും 1 കോടി രൂപയുമാണ് പെനാൾട്ടി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പർപ്പസ് എന്താണ് നോക്കുക. ദ പർപ്പസ് ഓഫ് ദി ട്രൈബ്യൂണൽ എന്താണ് ഉദ്ദേശം? ടു ഹിയർ അപ്പീൽ എഗെയിൻസ്റ്റ് എനി ഡയറക്ഷൻ ഇഷ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മെയ്ഡ് ഓർഡർ പാസ്ഡ് ബൈ ദി കമ്മീഷൻ. അല്ലേ, നമുക്കറിയാം കമ്മീഷൻ പറഞ്ഞതിന് എതിരായിട്ട് എന്തെങ്കിലും വരിക,
പിന്നെ adjudiciate on claim of compensation that may arise from the findings of the commission to orders of the appellate tribunal in the appeal against the finding of the commission and pass orders to recovery of compensation അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള മെഷേഴ്സ്, ആ രണ്ട് കാര്യങ്ങളുമാണ് അതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞത് കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി കോമ്പോസിഷൻ ഓഫ് ട്രൈബ്യൂണലാണ് നെക്സ്റ്റ് പറയാനുള്ളത്. കോമ്പോസിഷൻ, ദ ട്രൈബ്യൂണൽ ഷാൾ കൺസിസ്റ്റ് ഓഫ്, അതിൽ ചെയർപേഴ്സൺ ആയിരിക്കും, നോട്ട് മോർ ദാൻ 2 other members appointed by സെൻട്രൽ ഗവൺമെൻറ്. ഇനി ക്വാളിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് വേണ്ടത്? ചെയർപേഴ്സൺ ഓഫ് എ ട്രൈബ്യൂണൽ ഷാൾ ബി എ പേഴ്സൺ ഹൂ ഈസ് ഓർ ഹാവ് ബീൻ എ ജഡ്ജ് ഇൻ സുപ്രീം കോടതി. നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ എന്ത് വേണം? അയാൾക്ക് നല്ല രീതിയിൽ എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, സ്റ്റാൻഡിങ്, ഹാവിങ് എ സ്പെഷ്യൽ നോളേജ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒക്കെ വേണം. അങ്ങനത്തെ മെമ്പേഴ്സിനാണ് വേണ്ടത്. ദ ചെയർപേഴ്സൺ ഓർ മെമ്പേഴ്സ് ട്രൈബ്യൂണൽ ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടെന്യൂർ പറഞ്ഞാൽ കാലാവധി. അവരുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും പറയാം. ദ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഓഫ് ട്രൈബ്യൂണൽ ഷാൾ ഹോൾഡ് എൻ ഓഫീസ് ഇൻ സച്ച് എ ടേം 5 years from the date in which he enters upon his office and shall be eligible for reappointment. 5 വർഷത്തേക്കാണ് പറയുന്നത് അല്ലേ. പിന്നെ അവരുടെ ഏജ് എത്രയാണ് എന്നാണ് പറയുന്നത്. ചെയർപേഴ്സൺ ആവാൻ ഏജ് എന്ന് പറയുന്നത് 68 years. പിന്നെ ഇൻ ദ കേസ് ഓഫ് എനി അതർ മെമ്പർ ഏജ് ഓഫ് 65 yearsമാണ് അവരുടെ ഏജ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? സെക്ഷൻ 53K ഓഫ് ദി ആക്ട് ഡീൽസ് വിത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദി ചെയർപേഴ്സൺ ആൻഡ് ദർ മെമ്പേഴ്സ്. എന്തൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്? സെൻട്രൽ ഗവൺമെൻറ് സേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ റിമൂവ് ഫ്രം ദി ഓഫീസ് ഓഫ് ദി ചെയർപേഴ്സൺ ഓർ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അയാളെ റിമൂവ് ചെയ്യുന്നു അല്ലേ. ഹാസ് ബീൻ എങ്ങനെയൊക്കെ ഇൻസോൾവെൻ്റ് ആണ് എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടാവുക. ഹാസ് ബീൻ എൻഗേജ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ടേം ഓഫ് ഓഫീസ് എനി പെയ്ഡ് എംപ്ലോയ്മെൻറ്റ്. വേറൊരു ജോലിക്കാരനായിട്ട് പ്രവർത്തിക്കുക, വേറൊരു ജോലിയുള്ള ആൾക്ക് ഇതിൽ പറ്റില്ല. അപ്പം ഒന്നെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ വേറൊരു പോസ്റ്റിൽ ജോലി ചെയ്യുക. അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ എന്തായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട്, അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ചെയർപേഴ്സണോ മെമ്പേഴ്സോ ആവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഏത് മുതലാണ് തുടങ്ങിയത്? മെർജർ എന്നുള്ള ടോപ്പിക്ക് മുതലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. മെർജർ ആകുമ്പോൾ ടേൺ ഓവറും അസറ്റും എത്രത്തോളം വേണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു റെഗുലേഷൻ ആൻഡ് കോമ്പിനേഷൻ. നമ്മൾ ഈ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് റെഗുലേഷൻ, എങ്ങനെയൊക്കെയാണ് കമ്പനികളെ നമ്മൾ കോമ്പിനേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. പിന്നെ കോമ്പറ്റീഷൻ കമ്മീഷനെ സെറ്റപ്പ് ചെയ്തു. പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് ശരിയല്ലേ നോക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൽ മെമ്പേഴ്സ് 7 മെമ്പേഴ്സാണ്. ഫസ്റ്റ് വൺ ചെയർപേഴ്സൺ, 6 അതർ മെമ്പേഴ്സുമാണ് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടേംസ് 5 വർഷത്തേക്കാണ് ടേംസ് ഉള്ളത്. പിന്നെ ഡ്യൂട്ടി ഓഫ് കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ, ടേംസ്, ഡിസ്ക്വാളിഫിക്കേഷൻ, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ശരി, ഓക്കെ.